ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എവല്യൂഷൻ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന കുറേ പേരുകളുള്ളതാണ് ഡൈനോസേഴ്സിൻ്റെ ഡൈവേർജൻ്റ് എവല്യൂഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഡൈനോസേഴ്സിൻ്റെ ഡൈവേർജൻ്റ് എവല്യൂഷൻ പഠിക്കാനുള്ളൊരു സിമ്പിൾ ഈസി കോഡ് ഒന്ന് നോക്കിയാലോ. സോ ലെറ്റ്സ് സീ. ആദ്യം തന്നെ നിങ്ങൾ NCERT കാണുന്ന ഈ ഒരു ഡയഗ്രാം ഒന്ന് നമുക്ക് പഠിക്കാൻ നോക്കാം. സാധാരണയായി ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ ഡൈനോസേഴ്സിൻ്റെയും ഫിഗർ കൊടുത്തിരിക്കും, പക്ഷെ പേരെന്താണെന്നായിരിക്കും നമുക്ക് മാത്സ് ഫോളോയിങ് ആയിട്ടോ മിസ്സിങ് ആയിട്ടോ ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് പഠിക്കാൻ വേണ്ടി ഇതേ ഒരു കോഡാണ് ഉള്ളത്. 3 T-Rex fly by crocodiles ancient steps. ഓക്കെ, 3 T-Rex എന്ത് ചെയ്തു? ഫ്ലൈ ബൈ ക്രോക്കോഡൈലിൻ്റെ ഏഷ്യൻ സ്റ്റെപ്സിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പറന്നു പോയി. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഈ പേരുകളെല്ലാം ഒന്ന് പഠിക്കാം. 3 എന്ന് പറയുമ്പോൾ ട്രൈസെപ്റ്റോസ് ആണ് വരിക. ട്രൈസെപ്റ്റോസിന് ഈ പേര് വരാൻ കാരണം ഈ പടത്തിൽ നിന്ന് ആരാ ട്രൈസെപ്റ്റർ എന്ന് കണ്ടുപിടിക്കണ്ടേ? ഈ 3 ഹോണുള്ള ജീവി ട്രൈസെപ്റ്റർ, അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന ഡൈനോസറിൻ്റെ പേര്. രണ്ടാമത് ടീറെക്സ് അറിഞ്ഞുകൂടാത്ത ആരുമില്ല. ഇവിടെയുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കാർണിവോർ ആയിരുന്ന ഡൈനോസറാണ് നമ്മളെല്ലാ സിനിമയിലും കാണുന്ന നമ്മുടെ വില്ലൻ. ദാറ്റ് ഈസ് ടൈറാനോസോറസ് എന്ന് പറയുന്ന ഈ ജീവിയാണ് ടീറെക്സ്. ഇനി അടുത്ത് നമുക്കുള്ളതാണ് ഫ്ലൈ, പറക്കുന്ന നമ്മുടെ ഡൈനോസർ ആണ് ടെറനോഡോൺ. ഈ ടെറനോഡോൺ ആണ് ഈ പടത്തിൽ കൊടുത്തിരിക്കുന്ന ഇതാണ് ടെറനോഡോൺ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഫ്ലൈ എബോ ടെറസ്, ടെറസിൻ്റെ മണ്ടയിൽ കൂടെ ഫ്ലൈ ചെയ്യുന്നു, ടെറനോഡോൺ ടെറസ് എന്നാലോചിക്കാം. ഫ്ലൈ ചെയ്യുന്ന ഏക നമ്മുടെ ഡൈനോസർ ഇതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഫ്ലൈ ബൈ ആണ്. ബൈ എന്ന് പറയുന്നത് ബ്രാക്യൂസോസ് ആണ്. ബ്രാക്യൂസോസ് ആണ് ബിഗ് നെക്കുള്ള. ശരിക്കും നമ്മൾ ജുറാസിക് വേൾഡ് മൂവിയൊക്കെ കാണാൻ നേരത്തെ വലിയ ഉപദ്രവമൊന്നും ഇല്ലാത്ത വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ വലിയ ഡൈനോസറിൻ്റെ പേരാണ് ബ്രാക്കിയോസോറസ് എന്ന് പറയുന്ന ബിഗ് നെക്ക് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം, ബ്രാക്കിയോസോറസ്. അടുത്തത് ക്രോക്കോഡീലിയൻസ് ആണ്. ക്രോക്കോഡീലിയൻ എന്ന് പറയുന്ന ക്രോക്കോഡൈൽ ഫാമിലിയിൽ വരുന്ന ആൻസിസ്റ്റർ ആണ്. ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ആളാണ് ഏൻഷ്യൻറ്റ്. ഏൻഷ്യൻറ്റ് എന്ന് വരുന്ന അതേ വാക്ക് വരുന്ന ആളാണ്. ഏൻഷ്യൻറ്റ് വിങ് എന്ന പേര് വരുന്ന ആളാണ് ആർക്കിയോപ്റ്റെറിക്സ്. ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ബേർഡ്, അതുകൊണ്ടാണ് ഇതിന് ഏൻഷ്യൻറ്റ് വിങ് എന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രോക്കോഡൈൽസ് ഏൻഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ ഏൻഷ്യൻറ്റ് വിങ് എന്ന് ആലോചിക്കുക, ദാറ്റ് ഈസ് ആർക്കിയോപ്റ്റെറിക്സ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരാണ് സ്റ്റെഗോസോഴ്സ്. സ്റ്റെഗോസോഴ്സ് സ്റ്റെപ്പ് വെച്ച് ആലോചിക്കുക എളുപ്പമാണ്, കാരണം സ്റ്റെപ്പ് പോലെ ഇവരുടെ ദേഹത്ത് എന്ത് കാണാൻ പറ്റും? നിങ്ങൾക്ക് ഇങ്ങനെ പ്ലേറ്റ്സ് പൊങ്ങി നിൽക്കുന്ന കാണാൻ പറ്റും. ഇതാണ് സ്റ്റെഗോസോഴ്സ്. കണ്ടോ, സ്റ്റെപ്പ് പോലെ പ്ലേറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കാണ്. അപ്പോൾ ഇതാണ് ഡൈവേർജൻറ്റ് എവല്യൂഷൻ ഓഫ് യുവർ ഡൈനോസർ ഫാമിലി. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് NCERTയിൽ ഉള്ളതാണ്. പലപ്പോഴും ഡയഗ്രവും നമ്മുടെ ആ പേരും തമ്മിൽ ഒന്ന് തിരിഞ്ഞൊക്കെ പോവും. അതുപോലെ തന്നെ ഫ്ലൈയിങ് ഡൈനോസർ ഏതാണ്, പിന്നെ ബാക്കിയുള്ളതിനൊന്നിന് ഡീറ്റെയിൽസ് വലുതായിട്ട് വരാറില്ല. എങ്കിലും ഫസ്റ്റ് ബേർഡ് ഏതാണ്, അതൊക്കെ ഇതിന്ന് വരാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് മോസ്റ്റ്ലി ഈ ഡയഗ്രാം തന്നെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് വരുന്നുണ്ടാവുക. ലൈക്ക് ABCD തന്നിട്ട് വിച്ച് ആർ ദീസ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആരും ഈ ഡയഗ്രാം മിസ്സാക്കരുത്. ഈ ഒരു കോഡ് എല്ലാവരും യൂസ്ഫുൾ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു കോഡുമായി വീണ്ടും കാണാം. ബൈ.